നമ്മൾ മുതലപ്പുഴയിലെ വിവരങ്ങളിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. മുതലപ്പുഴയിൽ ഡ്രഡ്ജർ ഇന്നെത്തും. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തുന്നതോടെ അഴിമുഖത്തെ മണൽ നീക്കം വേഗത്തിലാക്കും. വിനോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, ഞാൻ നേരത്തെ ചോദിച്ചത് അവിടെ പ്രതിഷേധത്തിലായിരുന്നു. ഈ മണൽ നീക്കുന്നത് വരെ യാതൊരു തരത്തിലും സമരം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു നിലപാട്. ഈ കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തുന്നതോടെ അവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുമോ? ഇപ്പോൾ ഈ മണൽ മാറ്റി ഡ്രഡ്ജറിന് വരാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടോ? ശ്രീജ, ഇപ്പോൾ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് ഡ്രഡ്ജർ. 3 ദിവസം മുൻപ് കണ്ണൂരിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. ഒരു ബോട്ടിന്റെ സഹായത്തോട് കെട്ടിവലിച്ച് കൊണ്ടുവരുന്ന രീതിയായിരുന്നു. ഇന്ന് മറ്റൊരു ബോട്ട് കൂടി ഉപയോഗിച്ചായിരിക്കും കരയിലേക്ക് കൊണ്ടുവരുന്നത്. പൂർണ്ണമായും മണലിലേക്ക് കയറ്റും. അതിനുശേഷം ഈ കായലും കടലുമായി ചേരുന്ന ഭാഗത്ത് കായലിന്റെ ഇടമുണ്ട്. കായൽ വന്ന് അവസാനിച്ച് നിൽക്കുന്ന ഭാഗമുണ്ട്. അവിടേക്ക് കൊണ്ടുപോയായിരിക്കും ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള നടപടികൾ. നേരത്തെ JCBയുടെയും ഹിറ്റാച്ചിയുടെയും സഹായത്തോടെ നേരത്തെ തന്നെ ഇവിടെ ഈ മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 130 മീറ്റർ നീളത്തിലാണ് കടലിനും കായലിനും ഇടയ്ക്ക് മണ്ണടിഞ്ഞത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന വള്ളങ്ങൾക്കോ മറ്റ് ചെറു ബോട്ടുകൾക്കോ ഒന്നും തന്നെ സുഗമമായി കടലിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. ട്രാക്ടറിൽ കെട്ടിവലിച്ച് വള്ളങ്ങൾ കൊണ്ടുപോകുന്ന നിലയിലാണ് ഇപ്പോൾ മത്സ്യബന്ധനം നടത്തുന്നത്. ഏതാണ്ട് 25,000-ഓളം മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം തേടുന്ന ഒരു തീരമാണ് ഈ മുതലപ്പുഴി എന്ന മത്സ്യബന്ധന ഗ്രാമം. അവിടെ വിഴിഞ്ഞം മുതൽ കൊല്ലം വരെയുള്ള ഇതിനിടയ്ക്കുള്ള ധാരാളം മത്സ്യത്തൊഴിലാളികളും അവരുടെ ബോട്ടുകളുമെല്ലാം വന്നു പോകുന്ന സ്ഥലമാണ്. ഏതാണ്ട് 90 മീറ്ററോളം ദൂരം സ്വന്തം നിലയ്ക്ക്, അതായത് സർക്കാർ തന്നെ നേരത്തെ ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മണൽ നീക്കാമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു. ഏറെക്കുറെ നീക്കുകയും ചെയ്തു. പക്ഷേ ഇനി ഈ വലിയ ഡ്രഡ്ജർ എത്തിയതോടുകൂടി ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ഇന്നോ നാളെയോ കൊണ്ട് തന്നെ ഈ പൂർണ്ണമായും മണൽ നീക്കം ചെയ്യാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. വലിയ പ്രതിഷേധം നേരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. ഡ്രഡ്ജർ എത്തിക്കുന്നതിന്, അത് നേരത്തെ കരാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ മണൽ നീക്കം, അവിടെ വീണ ടെട്രാപോഡുകൾ, കരിങ്കല്ലുകൾ ഇതെല്ലാം തന്നെ നീക്കുന്നതിന് സമയോചിതമായി, അത് കാലതാമസമില്ലാതെ, കാലവിളംബമില്ലാതെ ആ പ്രവൃത്തികൾ പൂർത്തിയാക്കിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. 3 മീറ്റർ ആഴമെങ്കിലും കുറഞ്ഞത് വേണം ഈ ബോട്ടുകൾ കടന്നു പോകുന്നതിന്. 5 മീറ്ററാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ മണൽത്തിട്ടയിൽ തട്ടി തന്നെ നേരത്തെ ബോട്ടുകളും മറ്റ് മത്സ്യബന്ധന യാനങ്ങളും മറിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ശക്തമായ തിരയടിയും അതോടൊപ്പം തന്നെ ഈ മണൽ കൂനയും അതൊരു പക്ഷേ പുറത്തു വന്നിരുന്നില്ല, ജലത്തിന് മുകളിലേക്ക് കാണാൻ കഴിയുന്ന നിലയിലായിരുന്നില്ല. പക്ഷെ അവിടെ ആഴം കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെയാണ് ഈ തിരയടിയിൽ നിയന്ത്രണം തെറ്റുകയും പിന്നീട് മണൽക്കൂനയിലൂടെ സഞ്ചരിക്കാൻ പറ്റാതെ വെള്ളത്തിനടിയിൽ തന്നെയുള്ള ഈ മണൽക്കൂനകളിൽ തട്ടി ബോട്ടുകൾ മറിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതാണ്ട് 10 വർഷത്തിനിടെ 70-ലധികം പേർക്കാണ് അവിടെ ജീവൻ നഷ്ടമായത്. അതോടൊപ്പം തന്നെയാണ് ഇളകി വീണ കരിങ്കല്ലുകൾ. ഇപ്പോൾ ഒരു സാഹചര്യം ഒത്തുവന്നിരിക്കുന്നു. ഈ മണൽ നീക്കുന്നതിനോടൊപ്പം തന്നെ കാലങ്ങളായി മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ടെട്രാപോഡുകൾ, അതോടൊപ്പം തന്നെ കരിങ്കല്ലുകൾ, ഇതുകൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യം. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.